അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കട്ട്ലറ്റ് ആണ്. ഇത് ഞാൻ ടിൻ ഫിഷിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് നെയ്മീനിലോ പ്രോൺസിലോ അതായത് ചെമ്മീനിലോ ഒക്കെ വേണമെങ്കിൽ ഈ കട്ട്ലറ്റ് തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കട്ട്ലറ്റ് ആണിത്. നമുക്ക് വളരെ വേഗം തന്നെ ഈ കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇന്നലെ ഞാൻ കാണിച്ച ക്രോസന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അറിഞ്ഞതിൽ വളരെ സന്തോഷം. എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നത് നെല്ലിക്ക അച്ചാറിനെ കുറിച്ചാണ്. അപ്പൊ ഇന്നും ഞാനിവിടെ നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് ഒരു അച്ചാറുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് മാങ്ങ അച്ചാറാണ്. ഇത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്ന മാങ്ങയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത അച്ചാറാണ്. അപ്പം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ദേ മാങ്ങ അച്ചാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്ന് രാവിലെ തന്നെ തയ്യാറാക്കിയ അച്ചാറാണ്. കണ്ടോ, ശരിക്ക് കഞ്ഞിക്കൊക്കെ പറ്റിയ നല്ല ഒരു അച്ചാറാണ്. ദേ കഞ്ഞിക്ക് വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ അത് മതിയാകും. വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ അച്ചാർ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നവര് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നാട്ടിലാവുമ്പം ഇതൊക്കെയാണ് ഗുണം. അതായത് എല്ലാവരുടെയും വീടുകളിൽ മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തരുന്നത് കാരണം ഇതുപോലെ ഹോം മെയ്ഡ് അച്ചാറുകൾ തയ്യാറാക്കി വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ റവ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒരു പച്ചമുളക് എടുത്തത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടിൻ ട്യൂണ എടുത്തിട്ടുണ്ട്. വാട്ടറിലുള്ള ട്യൂണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമ്മൾ ടിൻ ഫിഷ് ചേർത്ത ശേഷം നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം പാത്രം മൂടി മാറ്റി വെക്കാം. കട്ട്ലറ്റിനുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 250 ml 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അജ്വൈൻ സീഡും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ വെട്ടി തിളയ്ക്കുമ്പോഴേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റോസ്റ്റഡ് റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ കോട്ടിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ചെറിയ ഉരുളയാക്കി ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ വേണം പരത്തിയെടുക്കേണ്ടത്. ഇനി ഈ പരത്തി ഇതിനുള്ളിലേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എടുക്കണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം.
ഈ മാവ് ഇതുപോലെ പരത്തുമ്പോൾ കട്ടിയായിരിക്കരുത്, എല്ലായിടവും ഈക്വൽ ആയിട്ട് വേണം വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഫില്ലിംഗ് പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കേണ്ടത്. ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് ഈ ഫില്ലിംഗ് വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കട്ട്ലറ്റിൻ്റെ കൂട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ ലോ ഫ്ലെയിം ആവരുത്. വളരെ ലോ ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കൂടരുത്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ഈ ഇരിക്കുന്ന മാവെല്ലാം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കട്ട്ലറ്റ് ആക്കി എടുക്കാം. കണ്ടോ, ഇത് നല്ല ക്രിസ്പി കട്ട്ലറ്റ് ആണ്. ഒട്ടും എണ്ണ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ റംദാന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. And this is the keyword for not equals to. So is 8 not equal to, or in other words, is 8 different than 8? Well, no, it's the same. So it's not going to print out everything. Is 10 different than 8? Well, yes it is. So that's going to be true, and it's going to print out Bucky is... because it gets interpreted in different kind of ways. So let's go ahead and go and run this and just verify that. Yep. Boy, I love bacon. New. So again, you can go ahead and set variables equal to basic arithmetic using other variables, and you can even do this. Sum equals